എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക്കിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: എംപവർ യുവർ എംപ്ലോയീസ്. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെ ശാക്തീകരിക്കുക. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ള ഒരു കാര്യമാണ്. പക്ഷെ ശാക്തീകരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഈ സ്ഥാപനത്തിന് തലപ്പത്തിരിക്കുന്ന ഒരു നേതാവിന് പലപ്പോഴും ഭയമാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, അവർ അർഹിക്കുന്നതിനേക്കാളും കൂടുതൽ ശക്തി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഞാൻ പുറത്താകുന്നു. ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. സ്ഥാപനത്തിൻ്റെയും നമ്മുടെയും അതേപോലെ തന്നെ ആ വ്യക്തികളുടെയും ആ ജോലി ചെയ്യുന്ന ആളുകളുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ ശാക്തീകരിച്ചാൽ മാത്രമേ പറ്റൂ. അവർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ കൂടെ ഉള്ള ആളുകളെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെ ശാക്തീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു 3 പോയിന്റ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ പോയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്: അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക എന്നുള്ളത്. കാര്യം എന്ന് വെച്ചാൽ, ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു അവസരം കൊടുക്കുക, അതേപോലെ ചില സമയത്ത് അതിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം അവർക്ക് ഉത്തരവാദിത്തം കൊടുത്തിട്ട് പിന്നെ എല്ലാ കാര്യത്തിനും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കേണ്ട, ഒരു പെർമിഷൻ ചോദിക്കേണ്ട ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അതൊരു ശരിയായിട്ടുള്ള ഒരു ശാക്തീകരണം ആയിരിക്കില്ല. അതൊന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഗ്രോത്ത്, അവരുടെ വളർച്ചയിൽ ഫോക്കസ് ചെയ്യുക. കാരണം ഒരു വ്യക്തി മുന്നോട്ട് വന്നിട്ട് എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാമെന്ന് ഏറ്റെടുത്ത് അത് നല്ല രീതിയിൽ ചെയ്ത് നടപ്പിലാക്കി റിസൾട്ടും കിട്ടി, എന്നിട്ട് നമ്മൾ അതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അയാൾ അർഹിക്കുന്ന ഒരു എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ മോശമാണ്. അയാൾ ചിലപ്പോൾ അത് ആഗ്രഹിക്കുന്നുണ്ടാകും. അതെന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥ ഒരു നേതാവെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കാരണവശാലും അവർ ചെയ്യുന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ടും അവിശ്വസിക്കരുത്. ഒരുപക്ഷെ നമ്മൾ പഠിച്ച രീതി ആയിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ആയിരിക്കില്ല അവർ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയാണ്, അതിൽ യാതൊരു തെറ്റും വേറെ ആർക്കും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അവരിൽ നിന്നും പഠിക്കേണ്ടതായിട്ട് വരും. പക്ഷെ പലപ്പോഴും പറ്റുന്ന വെച്ചാൽ, നേതാക്കന്മാർ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഏൽപ്പിച്ചതിന് ശേഷം ആ ആൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് എപ്പോഴും അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അവർക്കും ഒരല്പം സ്പേസ് കൊടുത്ത് ഒരു സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ, അവരെ സംശയിക്കാതിരുന്നു കഴിഞ്ഞാൽ